Welcome back to Last 500, where you can learn finance and stock market. അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ക്വിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് പോയതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ ഞാൻ ക്വിറ്റ് ചെയ്യാനുള്ള റീസൺസ്, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ ഫേസ് ചെയ്തത്, ആൻഡ് ക്രിപ്റ്റോ മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് തിരഞ്ഞെടുത്തപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് എനിക്ക് ഉണ്ടായത്, ആൻഡ് എൻ്റെ ട്രേഡിംഗ് ജേർണി എന്തുമാത്രം ബെറ്റർ ആയതും കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും ക്വിറ്റ് ചെയ്തിട്ടില്ല, ട്രേഡിങ്ങിൽ നിന്ന് മാത്രമേ ക്വിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ഞാൻ ഇപ്പോഴും സ്റ്റോക്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പരമാവധി ക്യാഷ് എക്സ്ട്രാ കിട്ടുന്ന സമയത്ത് പരമാവധി സ്റ്റോക്സ് ഞാൻ ഇപ്പോഴും വാങ്ങി കൂട്ടുന്നുണ്ട്. സോ ഇൻവെസ്റ്റിംഗ് ഇസ് ഓൾവേസ് ബെറ്റർ. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ട്രേഡിംഗ് ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരുന്നത് ഈ സ്വിംഗും കാര്യങ്ങളൊന്നുമല്ല, ഓപ്ഷൻസ് ട്രേഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. മുമ്പത്തെ എൻ്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ഫിൻ നിഫ്റ്റിയിലൊക്കെ ഓപ്ഷൻ ട്രേഡാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അതിൽ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഒരു 5 വർഷക്കാലത്തോളം ഞാൻ ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ആണ്. നമുക്ക് ലോസ് വരുമ്പോൾ മിനിമം ലോസ് ഉണ്ടാവും. ഓപ്ഷൻ ബൈയിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെല്ലിങ് വല്ലപ്പോഴും ഒക്കെ, എന്നാലും മാർജിൻ ബെനിഫിറ്റ് നമുക്ക് ഇതിനകത്തുണ്ടല്ലോ. ഇവിടെ ബൈയിങ്ങിനുള്ളത് കാരണം മാക്സിമം ടൈമും ബൈയിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 3 വർഷം ഐ കംപ്ലീറ്റ്ലി മെയ്ഡ് ലോസസ്. ഓക്കെ, അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു. എന്നാലും 3 വർഷം ഞാൻ മാക്സിമം ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്യും, ആൻഡ് എന്നും ഇഷ്ടംപോലെ ട്രേഡേഴ്സിൻ്റെ വീഡിയോസ് ഇരുന്ന് കാണും. സെറോദ വാർസിറ്റിയിൽ ഇരുന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇഷ്ടംപോലെ ക്ലാസ്സസും കാര്യങ്ങളും. കോഴ്സിന് പോയിട്ടില്ല, എന്നാലും വീട്ടിൽ ഇരുന്ന് സെൽഫ് സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്ത്, എനിക്കൊരു ട്രേഡിംഗ് ഫ്രണ്ട് ഉണ്ട്, അവനെയും പോയി കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു 5 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പിറകെയായിരുന്നു. സോ 3 വർഷം 2018, 19, 20 ഈ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ₹1 അതിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഓരോ രൂപ നഷ്ടം വരുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വേറെ ബാക്കി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ ദേ ആർ മേക്കിംഗ് ലാക്സ്. ഓക്കെ, സോ വൺസ് ഞാൻ സക്സസ്ഫുൾ ആവുന്ന കാലത്ത് ഈ ഉണ്ടായ ലോസ് എല്ലാം എന്നെ കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മാക്സിമം കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലോസ് വന്നപ്പോഴും ഞാൻ പിന്നെയും ഓരോ തവണ ലോസ് വരുമ്പോഴും പിന്നെ 2 ഇരട്ടി ശക്തിയോടുകൂടി പഠിക്കും. പിന്നെയും ഇതിനെക്കുറിച്ച് പഠിച്ച് ഡിസ്കവർ ചെയ്ത് ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് 3 വർഷത്തിന് ശേഷം വലിയ നഷ്ടങ്ങൾ വരുന്നത് ഒഴിവായി. സോ അപ്പോൾ ആദ്യത്തെ 3 വർഷം കംപ്ലീറ്റ് ലോസ്. എത്ര രൂപ ലോസായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്കിംഗ് ആയിരുന്നു ഞാൻ. അപ്പോൾ വർക്കിംഗ് ആകുമ്പം മന്ത്ലി ഒരു 50, 60, 70 റേഞ്ച് സാലറി ഉണ്ട് ദുബായിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നതിന് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ഉള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് 20-25 രൂപയെങ്കിലും ഞാൻ മന്ത്ലി ഇതിനകത്തോട്ട് ഇറക്കും. അപ്പോൾ ഇത് 25,000 രൂപ പോകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ആ 25,000 രൂപ നഷ്ടം വരും. അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ വന്ന് ഞാൻ പിന്നെയും പഠിച്ച് ഫസ്റ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് മാർക്ക് ഡഗ്ലസ് സാറിൻ്റെ 2003 ഇറങ്ങിയ ഒരു 6 മണിക്കൂർ ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോഴേ എനിക്ക് ഫസ്റ്റ് ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുള്ളിക്കാരൻ്റെ 6 മണിക്കൂർ സെമിനാർ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എന്നാലും ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെ സംഭവിക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അതിനുള്ള ഫണ്ടും റിസോഴ്സസ് ഉള്ള ആൾക്കാരെ കൊണ്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി, എങ്ങനെ ട്രേഡ് എടുക്കണം, എസ്പെഷ്യലി ലോസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഏതൊരു മൈൻഡ് സെറ്റിൽ ഫേസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ഡഗ്ലസിൻ്റെ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായി. പിന്നെ പുള്ളി 2 ബുക്സും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്, ട്രേഡിംഗ് ഇൻ ദ സോണും ദ ഡിസിപ്ലിൻഡ് ട്രേഡറും. അപ്പോൾ ഈ 2 ബുക്കിൽ നിന്ന് കിട്ടുന്ന പാഠവും ആ ഒരു സെമിനാറും കാണുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ബെറ്റർ ട്രേഡർ ആവും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മാറ്റിമറിച്ച ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും സിംഗിൾ ട്രേഡിൽ ഫോക്കസ് ചെയ്ത് സീരീസ് ഓഫ് ട്രേഡിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ആശയമാണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്രേഡിംഗ് ഈസ് എ പ്രോബബിലിറ്റി ഗെയിം. അപ്പോൾ അത് വ്യക്തമായിട്ട്, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്, അത് വ്യക്തമായിട്ട് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പറ്റിയാൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് കിട്ടും. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലെയാണ്, ആ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു നോളജ് അക്യൂർ ചെയ്തതിന് ശേഷം ട്രേഡിങ്ങിനെ വേറൊരു രീതിയിൽ ഞാൻ കാണാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് വരുന്ന ലോസ് എനിക്ക് ഭയങ്കരമായിട്ട് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ 2021 എൻ്റെ ലോസ് വളരെ കുറവായിരുന്നു. മീൻസ് സംടൈംസ് ഐ മേഡ് പ്രോഫിറ്റ്, സംടൈംസ് ഐ മേഡ് ലോസ്. പക്ഷേ അത്ര അഫക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ലോസ് ഇല്ലായിരുന്നു. സോ 2021 വർഷം എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബെറ്റർ ഇയർ ആയിരുന്നു. കാരണം അറ്റ്ലീസ്റ്റ് ഒരു റിസൾട്ട് എനിക്ക് കാണാനായിട്ട് പറ്റി. അതിനുശേഷം 2022 ഐ മേഡ് എ പ്രോഫിറ്റ്. 30,000-35,000 രൂപയുടെ പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് റിസ്ക് മാനേജ്മെന്റ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. 2021 റിസ്ക് മാനേജ്മെന്റ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ പോലും ഐ മേഡ് എ ലോസ്. ബട്ട് 2022 ഞാൻ ഓൾമോസ്റ്റ് ഗാമ്പിൾ ചെയ്യാൻ തുടങ്ങി. മീൻസ് സ്കാൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. സോ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം
2022 ഓൾമോസ്റ്റ് ഞാൻ ചെയ്ത സ്കാൽപ്പിംഗ് ട്രേഡിലൊക്കെ സാധാരണ എടുക്കുന്ന പ്രോഫിറ്റിൻ്റെ 10 ഇരട്ടി പ്രോഫിറ്റൊക്കെ ചില ട്രേഡിൽ നിന്ന് കിട്ടി. അങ്ങനെ ആ വർഷം 10-30,000 പ്രോഫിറ്റിൽ നിന്നു. എന്നാലും 2022 കഴിഞ്ഞ് 2023 ഐ മേഡ് എ ലോസ് അഗെയിൻ. സോ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി. കാരണം 6 വർഷമായിട്ട് ഇതിൻ്റെ പിറകെ മാക്സിമം കിട്ടുന്ന ടൈമൊക്കെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, നോട്ട്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, മാർക്കറ്റ് വാച്ചിങ് ആണെങ്കിലും, പ്രീ മാർക്കറ്റ് ജഡ്ജ്മെൻ്റ് ആണെങ്കിലും, ഡിസ്കഷൻ ആണെങ്കിലും, ഓരോരോ വലിയ വലിയ ആൾക്കാരുടെ ക്ലാസ് ആണെങ്കിലും ഒക്കെ നല്ല രീതിക്ക് ഫോളോ ചെയ്തിട്ടും ഇതുവരെ ഇതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെ റിലയബിൾ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സക്സസ് എന്നെ കൊണ്ട് മേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും ഞാനത് ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. അപ്പോൾ ക്വിറ്റ് ചെയ്തു മീൻസ് ഒരു 3 മാസ കാലത്തോളം പിന്നെ ട്രേഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ 2023 ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. മീൻസ് ഇത്രയൊക്കെ പഠിച്ചിട്ടും ഈ വക ഇത്രയും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും ഇത്രയും നല്ല രീതിക്ക് മാർക്കറ്റിൽ അനാലിസിസ് എടുത്തിട്ടും ഫണ്ടമെൻ്റൽ ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും ഇത്രയും ബെറ്റർ ആയിട്ട് എടുത്തിട്ടും എനിക്ക് ഇതുവരെ സക്സസ് മേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3-4 മാസക്കാലത്തോളം പിന്നെ ട്രേഡൊന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ ട്രേഡിങ് ക്വിറ്റ് ചെയ്തു. ട്രേഡിങ് ക്വിറ്റ് ചെയ്യുമ്പോൾ ഈ ട്രേഡിംഗ് വ്യൂവും സെറോദയും ഫയേഴ്സും ഇത് നോക്കുന്ന ആപ്ലിക്കേഷൻ സെൻസിബിളൊക്കെ നമ്മളെ മൊബൈലിൽ കിടക്കുക. ഇതിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ നിന്ന് നോട്ടിഫിക്കേഷനൊക്കെ വരും. പിന്നെ യൂട്യൂബ് എടുത്താലോ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ ഒക്കെ നമുക്ക് ട്രേഡിംഗ് അല്ല ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു വിഷമം വരും. 4 വർഷം നമ്മൾ ഒന്നിൻ്റെ പിറകെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടന്നിട്ടല്ലോ, മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് അധികം ദൂരം സക്സസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു മനസ്സിൽ നന്നായിട്ട്. അങ്ങനെ പിന്നെ ഈ 3 മാസം ഇരിക്കുന്ന സമയത്താണ് വേറൊരു ചിന്ത വരുന്നത്. കാരണം എനിക്ക് അതിന് മുന്നേ ഫോറക്സ് മാർക്കറ്റ് ഗോൾഡോട്ടൊക്കെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും നന്നായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, ഇത്രയും നന്നായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിഞ്ഞത് കാരണം നമുക്ക് എത്ര വേണ്ടി ഇതിൽ സക്സസ് ബിൽഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിലോട്ട് ഗോൾഡിലും ഫോറക്സിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അല്ലാതെ ഇവിടെ സക്സസ് ആവാതെ നമ്മൾ ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെ പോയിട്ട് ഇനി അവിടുത്തെ കണ്ടീഷൻ എന്താണെന്നറിയില്ല, അപ്പോൾ പിന്നെ അവിടെയും കൂടി ഇനി ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിൽ സക്സസ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെയാണ് എനിക്ക് തെറ്റിയത്. ഞാൻ അങ്ങനെ എന്തായാലും നിർത്താൻ പോവാണ്. സോ ബിഫോർ ദാറ്റ് ഒന്ന് ഫോറക്സ് മാർക്കറ്റും ബിറ്റ്കോയിനും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയത് ഡെമോ അക്കൗണ്ട് അവർ തരും. അപ്പോൾ ഡെമോ അക്കൗണ്ട് നോർമലി നമ്മൾ ഇട്ടിറങ്ങണം എത്ര ഒരു 1 lakh ഇറങ്ങും, അല്ലെങ്കിൽ 2 lakh ഇട്ടിറങ്ങും ഫസ്റ്റ് നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു 1 lakh ഡെമോയിൽ നമ്മൾ എടുത്തതിന് ശേഷം ട്രേഡ് ചെയ്ത് തുടങ്ങി. അവിടെ എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പോലത്തെ ബുദ്ധിമുട്ടൊന്നും അവിടെ ഇല്ല. ഈവൻ മാസങ്ങളോളം എനിക്കൊരു ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് 1 week ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ 1 weekൽ കൂടുതൽ നമുക്കിത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ പരമാവധി എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടി എക്സിറ്റ് അടിച്ചിറങ്ങുക ബൈ ആണെങ്കിൽ. കാരണം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീറ്റയുടെ എഫക്റ്റ് കാരണം നമുക്ക് ലോസ് വരും. ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നമില്ല. ഇനിയും മണ്ടലോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വലിയ വ്യത്യാസം ഇവിടുന്നും അവിടെയുള്ള ഡ്രാസ്റ്റിക്കിലുള്ളൊരു ചേഞ്ച് കാരണം അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ട്രേഡിങ് അറിയാത്തതല്ലായിരുന്നു പ്രശ്നം, ഞാൻ ചെയ്യുന്ന സെഗ്മെൻ്റ് ആയിരുന്നു പ്രശ്നം. ആ സ്കില്ലെല്ലാം കൂടി ഞാൻ അതിൻ്റെ പകുതി എഫേർട്ട് ഇതിലിട്ടപ്പോഴേക്കും ബിറ്റ്കോയിനിൽ എനിക്ക് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല, ഇതുവരെ ക്രിപ്റ്റോയിലും ഫോറക്സ് ഇച്ചിരി ടഫ്. കാരണം ഗോൾഡ് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ഒന്നുകൂടി വോൾട്ടാലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടക്കേന്ന് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബിറ്റ്കോയിൻ ഐ തിങ്ക് ബെറ്റർ. ഓക്കെ, ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തതിനു ശേഷം ഇതുവരെ ഒരു രൂപ പോലും ലോസ് വന്നിട്ടില്ല. അങ്ങനെ 1.5 വർഷമായിട്ട് ബിറ്റ്കോയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാന്നുള്ളത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ദിസ് വീക്ക് 5% റിട്ടേൺസ് എടുത്തു, ലാസ്റ്റ് വീക്ക് 18% എടുത്തു, അതിൻ്റെ ലാസ്റ്റ് വീക്ക് 13% എടുത്തു. അങ്ങനെ ഒരുപാട് പ്രോഫിറ്റ് ഇതിൽ നിന്ന് മേക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ത്യൻ മാർക്കറ്റ് ഇല്ലാത്ത എന്ത് ബെനിഫിറ്റാണ് നമുക്ക് ഫോറക്സ് മാർക്കറ്റിലും ക്രിപ്റ്റോ മാർക്കറ്റിലും കിട്ടുന്നത്? ഒരു ടിപ്പിക്കൽ ട്രേഡർ അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് സ്കില്ലുള്ള ഒരു ഡീസൻറ്റ് ട്രേഡർ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സ് ആയിട്ട് വന്നാൽ അവരെ കൊണ്ട് ജയിക്കാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ ആ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് സക്സസ്. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.